നമസ്കാരം. അപ്പോൾ നമ്മുടെ കാശ്മീർ പെഹൽഗാമിൽ നടന്ന ഭീകരവാദി ആക്രമണങ്ങളും അതിനെക്കുറിച്ചുള്ള കിംവദന്തികളും അതിൽ നടന്നിട്ടുള്ള സത്യങ്ങളും അസത്യങ്ങളും ഇതൊക്കെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കണ്ടേ? തീർച്ചയായും വേണം. അവിടെ നടന്ന ഈ ഭീകരാക്രമണം 28 പേരെ കൊന്നത് അവർ വന്ന് ഇന്ത്യയിൽ വന്ന് കൊന്നതോ അതോ നിങ്ങൾ കൊല്ലിച്ചതോ? ഈ ചോദ്യം സാധാരണ ജനങ്ങളോടല്ല, ഒരു വ്യക്തിയോടുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ് ചോദിച്ചത്. ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിയോടല്ല ഈ ചോദ്യം ചോദിക്കുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ് ചോദിക്കുന്നത്. നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടെ ചോദിക്കാൻ പറ്റുള്ളൂ ഈ നമ്മുടെ രാജ്യത്ത് നടന്ന കാര്യങ്ങൾ. അല്ലാതെ നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിക്കാൻ പറ്റില്ല, റഷ്യൻ പ്രസിഡന്റിനോട് ചോദിക്കാൻ പറ്റില്ല ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവും. ഇതിന്റെ പിന്നിൽ ഈ ചോദിച്ചതിന് പിന്നിൽ കുറുകൂടി ഗോപാലന്മാര് കുറെ കമന്റുകളും ഫോൺ വിളികളും മെസ്സേജുകളും ഒക്കെ ആയിട്ട് വരും. അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ. അതെന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാം. പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാവും. അവർ ഇന്ത്യയിലേക്ക് വന്ന് 250 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറി വന്ന് ഈ 28 പേരെയും കൊന്നതാണോ അതോ നിങ്ങൾ കൊല്ലിച്ചതാണോ? വെറുതെ അബദ്ധം പറ്റി ഒരു തമാശയ്ക്ക് വേണ്ടി ചോദിച്ചതല്ല. ഇതിന് കുറെ സത്യങ്ങളുണ്ട്. ഇതിന്റെ പിന്നിൽ ഈ വാർത്തകളും ഈ സംഭവങ്ങളും അറിയുന്നവരുടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈ ചോദ്യം മനസ്സിലില്ലാത്തവർ തീർച്ചയായും രാജ്യദ്രോഹിയാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മെസ്സേജുകൾ ഇടുന്ന കമന്റുകൾ ഇടുന്ന കുറെ കുറുവാടി ഗോപാലന്മാരുണ്ട്. അവരും കൂടി അറിയണം ഈ സത്യം എന്താണെന്ന്. ഇത് തീർച്ചയായും സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ കേൾക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഈ ചോദ്യം മനസ്സിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളവർക്ക് ഇനി ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ 28 പേരും അവിടെ മരണപ്പെട്ടു. അവരെ കൊണ്ടുവന്ന് ഖബറടക്കി, അവർക്ക് ആദരാഞ്ജലികൾ. ഈ ചോദ്യം ഗുജറാത്തിൽ ജനിച്ചു വളർന്ന് ഒരു ചായക്കടയിൽ നിന്ന് ജീവിതം ആരംഭിച്ച് RSSന്റെ ശാഖയിലൂടെ വളർന്നു വന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദിയോടല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ് ഈ ചോദ്യം. തീർച്ചയായും ഉത്തരം പറയണം. ഭീകരവാദികളെന്ന് പറയപ്പെടുന്ന ഇത്രയും പേർ പാകിസ്ഥാനിൽ നിന്ന് 250 കിലോമീറ്റർ താണ്ടി സകല സുരക്ഷാ വ്യൂഹങ്ങളെയും ഭേദിച്ച്, സുരക്ഷാ വ്യൂഹങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം, പറയുന്നതാണ്. ഇത്രയും സുരക്ഷാ വ്യൂഹങ്ങൾ ഭേദിച്ച് ആലോലം പാടി ആടി ഉല്ലസിച്ച് ആയുധങ്ങളുമായി കടന്നുവന്ന് നമ്മുടെ 10-28 പേരെ അവിടെ കൊല ചെയ്ത് അവിടെ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടാക്കി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് കൊല്ലപ്പെട്ടവരിൽ ഹിന്ദുക്കളുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. ഈ കാര്യം ഓർക്കണം. അത്രയും പേരെ കൊന്ന് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ മുഴുവൻ വരട്ടി, കുട്ടികളെ മുഴുവൻ വരട്ടി, ആളുകൾ നാല് ചുറ്റും പതറി ഓടി. എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്നുണ്ടായ ആ ഷോക്കിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ആൾക്കാർക്ക് സമയമെടുത്തു. ആ സമയം കൊണ്ട് അവർക്ക് കൊല്ലേണ്ടവരെ കൊന്നിരുന്നു. എന്നിട്ടവർ ആടിപ്പാടി ഉല്ലസിച്ച് അവർ തിരിച്ചു വന്ന വഴിയെ പോയി രക്ഷപ്പെട്ടു. ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ല, ഒരാളെ പോലും കണ്ടില്ല. അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അവരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി. എന്നിട്ട് പോലും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ അതിലേക്ക് പോകുന്ന വഴിയാണെന്ന് പറയുന്നു. ഇത് നമ്മുടെ ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം എന്റെ മനസ്സിലുള്ള മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും
ഈ സംഭവം അറിഞ്ഞതുമായ എല്ലാ വ്യക്തികളുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണിത്. ഇത്രയും സുരക്ഷ ഉള്ള ഇന്ത്യക്ക് അകത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ താണ്ടി ആയുധങ്ങളുമായി അവരുടെ വാഹനങ്ങളുമായി എങ്ങനെ അവർ ഈ കാശ്മീരിലേക്ക് എത്തി? ഇന്ത്യൻ അധിനിവേശ കാശ്മീരിൽ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എങ്ങനെ എത്തി? അതിന് എത്താൻ ആര് വഴി തെളിച്ചു? അണ്ടർഗ്രൗണ്ട് പാതയൊന്നുമില്ലല്ലോ അവർക്ക് വരാനായിട്ട്. ഇന്ത്യൻ അതിർത്തിയിൽ BSF ഉണ്ട്. ആ BSF സംഘങ്ങളെ ഭേദിച്ചു. വലിയ ക്യാമറകൾ വെച്ചിട്ടുണ്ട്, ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. ദൂരെ വന്നാൽ ഒരു ഉറുമ്പ് വന്നാൽ പോലും കാണത്തക്ക രീതിയിൽ ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. അതിലൊന്നും കണ്ടില്ലേ? ഇവർ കടന്നു വരുന്നത് വാഹനങ്ങളുമായാണ് അവർ കടന്നു വന്നത്. ഇത്രയും ഗതികെട്ട സുരക്ഷാ വീഴ്ചയാണ് ഉള്ളത്. അവർ ഈ വന്ന ഭീകരവാദികൾ കാശ്മീരിനെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരു ബോംബാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾ അറിയുമായിരുന്നോ? ഇന്ത്യൻ മിലിറ്ററി അറിയുമായിരുന്നോ? സുരക്ഷാ സേന അറിയുമായിരുന്നോ? ഇത്രയും വാഹന വ്യൂഹങ്ങൾ ഉൾപ്പെടെ അവർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാമെങ്കിൽ, ആരും അറിയാതെ വരാമെങ്കിൽ, അവർക്ക് എന്തുകൊണ്ടൊരു ഇന്ത്യയെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരു ബോംബുമായി വന്നുകൂടാ? അതിന് നിങ്ങളെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തില്ലേ? സപ്പോർട്ട് ചെയ്തു കൊടുത്തില്ലേ? അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ചോദ്യം ഉണ്ടാകുന്നത്. ഇത് ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടായ ഭീകര വ്യൂഹമാണോ, അതോ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണോ? അവർ വന്ന് കൊന്നതാണോ, നിങ്ങൾ കൊല്ലിച്ചതാണോ എന്നുള്ള ചോദ്യം ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഇതൊരു വൻ സുരക്ഷാ വീഴ്ചയല്ലേ? ഇത് സുരക്ഷാ വീഴ്ചയാണെന്ന് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ പോലും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും നമ്മുടെ അയൽവക്കത്തെ പീഡിക നടത്തുന്ന അയാൾക്കും ഒക്കെ ഒരുപോലെ ഉള്ള അവകാശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യൻ ഭരണഘടന നിഷ്കരിക്കപ്പെടുന്നത്, വ്യക്തമാക്കുന്നത് ഒരേ പൗരത്വ അവകാശങ്ങളാണ്. അതിവിടെ പാലിക്കപ്പെടണം. നമ്മൾ പ്രധാനമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ജീവനാണ്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ അവരെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ അറിയാവുന്നവരെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നു. അവർ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ടവരാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ നികുതി കൊടുക്കുന്നത്. ഒരു ചായ കുടിച്ചാൽ, ഒരു വട തിന്നാൽ തന്നെ അതിൽ നിന്ന് 0.5 പൈസ ടാക്സ് ആയി ഈടാക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? BJP വളർത്താൻ വേണ്ടിയല്ലല്ലോ നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. നമ്മൾ രാജ്യത്തിന്റെ ഭരണത്തിന് വേണ്ടിയാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അവരവരുടേതായ ജോലികളുണ്ട്. ഒരാൾക്ക് ഓട്ടോറിക്ഷ ഉണ്ട്, ഒരാൾക്ക് സ്ഥലക്കച്ചവടമുണ്ട്, ഒരാൾക്ക് പീടികയുണ്ട്, മറ്റൊരാൾക്ക് ടാക്സിയുണ്ട്, മറ്റൊരാൾ ഡ്രൈവറാണ്. അങ്ങനെ പല പല രംഗങ്ങളിലും നമ്മൾ നമ്മുടെ കുടുംബം പറ്റാൻ വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. ഈ പറയുന്ന എല്ലാവരും കൂടി പാർലമെന്റിൽ ചെന്നിരിക്കാൻ പറ്റില്ല, ഭരണത്തിന് വേണ്ടി ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പ്രതിനിധിയെ പാർലമെന്റിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി തന്നെയായിരുന്നു തീർച്ചയായും ഇന്ത്യയുടെ ഭരണകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. അല്ലാതെ സുരക്ഷാ വീഴ്ച എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിക്കുമ്പോൾ മൗനം പാലിക്കുകയല്ല വേണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹം പങ്കെടുക്കേണ്ട സമ്മേളനങ്ങളും റാലികളും പൊതുപരിപാടികളെല്ലാം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആസൂത്രണം ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് സുരക്ഷാ സേന പോയി ആ സ്ഥലം പരിശോധിച്ച് ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു പരിശോധനയൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു ബീഹാർ. അതുകൊണ്ട് തന്നെയാണ്, ആ ഷെഡ്യൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി സൗദി അറേബ്യയിലേക്ക് യാത്ര തിരിച്ചത്. ഷെഡ്യൂളിലുണ്ടായിരുന്നെങ്കിൽ സൗദി അറേബ്യയിലേക്കുള്ള യാത്ര ഉണ്ടാകുമായിരുന്നില്ല.
ഇങ്ങനെ ബീഹാറിലൊരു റാലിയിൽ പങ്കെടുക്കുന്ന കാര്യം ഷെഡ്യൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ മാത്രമാണ് പ്രധാനമന്ത്രി ഇവിടുന്ന് കോടികൾ വിലമതിക്കുന്ന ഫ്ലൈറ്റിൽ വ്യൂഹങ്ങളുമായി ലക്ഷക്കണക്കിന് വിലയുള്ള കോട്ടുകളുമായി നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലേക്ക് തിരിച്ചത്. സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് വലിയ സ്വീകരണമൊക്കെ തന്നു. പക്ഷെ അത് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു BJP നേതാവ് എന്നുള്ള ഒരു സ്വീകരണമല്ല അവിടെ തന്നത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള ഒരു സ്വീകരണമാണ് അവിടെ തന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇനി മറ്റൊരാൾ വന്നാലും അയാൾ അവിടെ ചെന്നാലും ഇതേ സ്വീകരണം അവർ കൊടുത്തിരിക്കും. അല്ലാതെ ഈ നരേന്ദ്രമോദി എന്നുള്ള ഒരു വ്യക്തിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല അവർ സ്വീകരണം തന്നത്, അതോർക്കണം. എന്നിട്ട് പെട്ടെന്ന് അവിടുത്തെ ഷെഡ്യൂൾ 3 ദിവസത്തെ പരിപാടി വെട്ടിച്ചുരുക്കി എമർജൻസി സിറ്റുവേഷനിൽ നാട്ടിൽ വന്നു. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അടിയന്തര ഘട്ടത്തിൽ നാട്ടിൽ വന്നു. നാട്ടിൽ വരേണ്ട അടിയന്തര ഘട്ടം എന്തായിരുന്നു? നമ്മുടെ കാശ്മീരിൽ നടന്ന വെടിവയ്പ്, ഭീകരാക്രമണം. അത് സംബന്ധിച്ചാണ് ഈ നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ സന്ദർശനം വെട്ടിച്ചുരുക്കി എമർജൻസി സിറ്റുവേഷനായി നാട്ടിലെത്തിയത്. നാട്ടിലെത്തിയ പ്രധാനമന്ത്രി എങ്ങോട്ട് പോയി? ഷെഡ്യൂളിലായിരുന്ന ബീഹാറിലേക്കാണ് പോയത്. ഇവിടെ വന്നതിന് ശേഷം ഒരു സർവകക്ഷി യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ പോലും പങ്കെടുക്കാതെ ഇത്ര എമർജൻസിയായി എന്തിനാണ് ബീഹാറിലേക്ക് പോയത്? ഈ ബീഹാറിൽ തുടർ ഭരണത്തിന് വേണ്ടി പോയത് എന്തിനാണ്? അതിനെക്കാട്ടിൽ ഗൗരവമുള്ള കാര്യമല്ലേ ഇന്ത്യയിൽ കാശ്മീരിൽ നടന്നത്? ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും നമ്മുടെ കാശ്മീരിൽ നടന്നത്. 28 പേരുടെ ജീവൻ പൊലിഞ്ഞു. അത് നമ്മുടെ മിലിറ്ററിക്കാർ വെടിവെച്ച് കൊന്നതല്ല, പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ വെടിവെച്ച് കൊന്നതാണെന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം സൗദി അറേബ്യയിൽ നിന്ന് എമർജൻസി സിറ്റുവേഷനിൽ വന്നത് ആ കാര്യത്തിലാണ്. ആ കാര്യത്തിൽ ഇടപെടാതെ നേരെ പോയത് എങ്ങോട്ടാണ്? ബീഹാർ തിരഞ്ഞെടുപ്പ് റാലിയിലേക്കാണ് പോയത്. അത് ഷെഡ്യൂളിലില്ലാത്തൊരു കാര്യമാണ് അങ്ങോട്ട് പോകണമെന്നുള്ളത്. അല്ലെങ്കിൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്യാമായിരുന്നു. സൗദി അറേബ്യൻ സന്ദർശനം പൂർത്തിയാക്കാതെ ക്യാൻസൽ ചെയ്തല്ലേ ഇങ്ങോട്ട് വന്നത്? അടിയന്തര സിറ്റുവേഷനിൽ. ആ സിറ്റുവേഷനിൽ വന്നിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകാതെ നേരെ ബീഹാറിലേക്ക് പോകാൻ അവിടെ എന്താണ് ഉണ്ടായത്? ബീഹാറിലാണോ ഈ ഭീകരാക്രമണം ഉണ്ടായത്? ഇത്രയും പേർ മരിച്ചിട്ട് അവരുടെ വീടുകൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ പരിക്കേറ്റവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുകയോ അതല്ല ചെയ്തത്. അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണമായിരുന്നു. അവിടെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം സംഭവിച്ചു പോയി, സുരക്ഷാ വീഴ്ചയാണ്, തെറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ജനങ്ങളെ സാന്ത്വനിപ്പിക്കണം. ജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ പരിഭ്രാന്തരായി നിൽക്കുന്ന ആ ഒരു സമയമാണ്. ആ സമയത്ത് അടിയന്തര സിറ്റുവേഷനിൽ സൗദിയുടെ സന്ദർശനം ക്യാൻസൽ ചെയ്ത് ഇന്ത്യയിൽ വന്ന പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഉത്തരം കൊടുക്കണമായിരുന്നു. എന്തുകൊണ്ടത് ചെയ്തില്ല? അങ്ങനെ വരുമ്പോൾ ഈ ചോദ്യം, ഞാൻ ചോദിച്ച ഈ ചോദ്യം ഓരോ പൗരന്റെയും മനസ്സിലുണ്ടാവും. പ്രധാനമന്ത്രിയോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഉത്തരം പറ. ഈ ബീഹാറിലെ പരിപാടി നേരത്തെ ആസൂത്രണം ചെയ്ത് വെച്ചതല്ലല്ലോ. സൗദി അറേബ്യയിൽ നിന്ന് എമർജൻസി സിറ്റുവേഷനിൽ വന്ന് ഡൽഹിയിൽ വന്ന് ജനങ്ങളെ സാന്ത്വനിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ അദ്ദേഹത്തിന് പോകാമായിരുന്നു ഈ ബീഹാർ റാലിക്ക് തുടർ ഭരണം ഉണ്ടാക്കാൻ വേണ്ടി. അതല്ലല്ലോ ചെയ്തത്. ഇവിടെ ചെയ്തത് നേരെ തിരിച്ചല്ലേ. സൗദി അറേബ്യയിൽ നിന്ന് അടിയന്തര സിറ്റുവേഷനിൽ യാത്ര ക്യാൻസൽ ചെയ്ത്, സന്ദർശനം ക്യാൻസൽ ചെയ്ത് തിരിച്ചിവിടെ വന്നതിന് ശേഷം നേരെ പോയത് ബീഹാറിലേക്കാണ്. അല്ല, ഇത്ര എമർജൻസി ആയിട്ട് വരാനുള്ള കാരണം എന്താണ്? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കാശ്മീരിൽ പെഹൽഗാമയിൽ ബൈസരൻ താഴ്വരയിലുണ്ടായ ഭീകരവാദി ആക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. അതിന്റെ ആഘാതത്തിലാണ് പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിന്ന് സന്ദർശനം ക്യാൻസൽ ചെയ്ത് ഇടയ്ക്ക് വെച്ച് നിർത്തി അടിയന്തരമായി തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം
എന്നിട്ട് ഡൽഹിയിലേക്ക് പോലും പോകാതെ, പാർലമെന്റിലേക്ക് പോലും പോകാതെ, ജനങ്ങൾക്കൊരു ഉത്തരം നൽകാതെ, ജനങ്ങളെ സാന്ത്വനിപ്പിക്കാതെ നേരെ പോയത് ബീഹാറിലേക്കാണ്. അപ്പോൾ നിസ്സാരമായി നമുക്ക് മനസ്സിലാക്കാം, ഇതിനേക്കാൾ ഇന്ത്യയിലെ പൗരന്മാർ മരണപ്പെടുന്നതിനേക്കാൾ വലുത് അവർക്ക് തുടർ ഭരണമാണെന്ന്. BJP-യുടെ തിരഞ്ഞെടുപ്പ് റാലിയിലാണ് അദ്ദേഹം പങ്കെടുക്കാൻ പോയത്. ഇത്രയും പേർ ഇവിടെ മരണപ്പെട്ടപ്പോൾ കേരളത്തിൽ ഉള്ള ആളുണ്ടായിരുന്നു മരണപ്പെട്ടതിൽ. ഭാര്യയുടെ മുമ്പിൽ വെച്ച്, മക്കളുടെ മുമ്പിൽ വെച്ച് തോക്ക് ചൂണ്ടിയ തലയിൽ, നെറ്റിയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് അവർ മുൾമുലയിൽ നിർത്തി വെടിവെച്ച് വന്നത്. അത് ഓർക്കണം. ഇന്ത്യയിലെ ഓരോ പൗരനും ഈ ഒരു സംഭവം ഓർക്കണം. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തത് എന്താണെന്നും കൂടി ഓർക്കണം. നമ്മുടെ രാജ്യത്തെ സുരക്ഷാ വീഴ്ചയും കൂടി ഓർക്കണം. അങ്ങനെ ഈ അടിയന്തര സിറ്റുവേഷനിൽ മറ്റുള്ള യാത്രകൾ റദ്ദാക്കി വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ എല്ലാവരും ചെയ്യും, എല്ലാ പ്രധാനമന്ത്രിമാരും ചെയ്യും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് സ്വാഭാവികമായി അങ്ങനെ ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് അടിയന്തര സിറ്റുവേഷനിൽ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നതിന് ശേഷം ഷെഡ്യൂൾ ഇല്ലാത്ത കാര്യത്തിലാണ് പോയത്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി അടിയന്തര സിറ്റുവേഷനിൽ വന്നാൽ അതുമായി എന്തിനാണോ വരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇവിടെ ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പെഹൽഗാമിൽ 28 പേരുടെ മരണമാണ്, തീവ്രവാദി ആക്രമണമാണ്. അങ്ങനെ വരുമ്പോൾ ആ സ്ഥലത്തേക്ക് സന്ദർശിക്കുകയോ ആ സ്ഥലത്ത് തങ്ങേണ്ടതോ, അല്ലെങ്കിൽ പാർലമെന്റിലോ ഡൽഹിയിലോ, ഇനിയില്ലെങ്കിൽ അയാളുടെ വീട്ടിലോ ഉണ്ടാകേണ്ടതാണ്. ഈ 2 സ്ഥലങ്ങളിലാണ് പ്രധാനമന്ത്രി അടിയന്തര സിറ്റുവേഷനിൽ വരുന്ന പ്രധാനമന്ത്രി ഉണ്ടാകേണ്ടത്. ബീഹാറിനേക്കാളും നിസ്സാര കാര്യമല്ലല്ലോ ഇവിടെ നടന്നത്. തീർച്ചയായും ഈ പെഹൽഗാമിലോ അല്ലെങ്കിൽ കാശ്മീരിലോ ശ്രീനഗറിലോ എവിടെയാണോ നടന്നത് ആ സ്ഥലത്തിന്റെ തലസ്ഥാനത്തെങ്കിലും വരേണ്ടതല്ലേ? കേരളത്തിലാണ് നടന്നതെങ്കിൽ തിരുവനന്തപുരത്ത് വരേണ്ടതാണ്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലാണ് നടന്നതെങ്കിൽ ചെന്നൈയിൽ വരേണ്ടതാണ്. തലസ്ഥാനത്തെങ്കിലും വരേണ്ടതാണ്. ഇത് കാശ്മീരിന്റെ തലസ്ഥാനം ബീഹാറാണോ? അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ബീഹാറിലാണോ? അവിടെയെങ്ങുമല്ല. അപ്പോൾ ഇതിൽ നിന്നും സാധാരണക്കാരനും വരുന്ന ചോദ്യമാണിത്. ഇങ്ങനെ അടിയന്തര സിറ്റുവേഷനിൽ തിരിച്ചു വന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു സാധാരണക്കാരന്റെ മനസ്സിലുണ്ടാകുന്നത്, അത് ചർച്ച ചെയ്യുന്നതും തെറ്റാണോ? അത് ചോദിക്കുന്നത് തെറ്റാണോ? ചോദിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് കുറുവടികൾ പറയുന്നത്, ED നിന്റെ പിന്നിൽ അന്വേഷണത്തിന് വരും, നിന്റെ ജോലി തെറിപ്പിക്കും, നിന്റെ ബിസിനസ് തെറിപ്പിക്കും, നിന്നെ ED ചോദ്യം ചെയ്യും. EDയെ കൊണ്ട് ഭയപ്പെടുത്തുന്ന സിറ്റുവേഷനൊക്കെ ഈ ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടാകുന്നത്. അത് നമുക്കറിയാം ആരാണ് ജയിക്കുന്നതെന്ന്. അപ്പൊ എന്റെ പിന്നിൽ ED ഒന്നും വരാനില്ല, വന്നാലും ഒന്നും എടുത്തോണ്ട് പോകാനില്ല, വേണമെങ്കിൽ ഒരു വീടുണ്ട് വന്ന് എടുത്തോണ്ട് പൊക്കോ. എന്നാലും ഈ വക ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നത് ചോദിച്ചു തന്നെ ഇരിക്കും. ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഉത്തരം പറ പ്രധാനമന്ത്രി. അപ്പോൾ സംഭവിച്ചത് ഇതാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട മീറ്റിങ്ങുകളിലൊന്നും പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. അവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് യോഗം നടക്കുന്നു. അമിത്ഷായുണ്ട്, മറ്റുള്ള ഉന്നത നേതാക്കന്മാരുണ്ട്, നമ്മുടെ സൈനിക മേധാവിമാരുണ്ട്. ഇവരെല്ലാം ചേർന്നൊരു സർവകക്ഷി യോഗം നടക്കുമ്പോൾ ആ യോഗത്തിലും പങ്കെടുത്തിട്ടില്ല. നേരെ മേരെ ഭായി ബഹനോ എന്ന് പറയാൻ വേണ്ടി ബീഹാറിലേക്ക് പോയി. അതാണോ ഒരു സംഭവം? ഈ ഒരു സിറ്റുവേഷനിൽ പ്രധാനമന്ത്രി രാജ്യ തലസ്ഥാനത്തിരുന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ജനങ്ങളെ സമാധാനിപ്പിക്കലല്ലേ ഒരു ശരിയായ കാര്യം? അതല്ലേ ചെയ്യേണ്ടത്? അതോ വീട് കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ള ആ ഒരു കാര്യമാണോ ചെയ്യേണ്ടത്? രാജ്യ തലസ്ഥാനത്തിരുന്ന് പ്രധാനമന്ത്രി പറയേണ്ടത് മേരെ ഭായിയോ ബഹനോ മിത്രോ
हमारा देश में ऐसा हुआ है, सब लोग घबरावा मत. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ ആരും പതറരുത്, സമാധാനത്തോടു കൂടി ഇരിക്കൂ. വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം. സുരക്ഷാ വീഴ്ചയെ പറ്റി അന്വേഷിക്കാം. അങ്ങനെ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ തിരിച്ചടി നമ്മൾ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്. അതല്ലേ കീഴ്വഴക്കം? അതല്ലേ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത്? ഇതിനെ അമേരിക്കൻ പ്രസിഡന്റ് വന്ന് ഇവിടെ വന്ന് ചെയ്യുവോ? അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിൻ വന്ന് ഇവിടെ വന്ന് ചെയ്യുവോ? ആരാണ് ചെയ്യേണ്ടത് ഇത്? ഈ നടന്ന സംഭവത്തിന്റെ പേരിൽ മതപരമായ പല വിധത്തിലുള്ള കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കത്തക്ക കാര്യമാണ് അവിടെ ചെയ്തത്. അതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള മേൽനോട്ടം വഹിക്കാനുള്ള പ്രധാനമന്ത്രിയാണ് ഈ തരത്തിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു മതങ്ങളെ തമ്മിലടിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ പെഹൽഗാമിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വർഗീയ കലാപം ഇന്ത്യയിൽ ഉണ്ടാകരുത്. ജനങ്ങളത് മനസ്സിലാക്കിയത് കൊണ്ട് അതുണ്ടായില്ല. പല വിധത്തിലും ഇവരതിനു വേണ്ടി ശ്രമിച്ചതാണ്, കാര്യങ്ങൾ നടന്നില്ല. അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. പ്രത്യേകിച്ച് സംഘപരിവാറുകാരും മറ്റും അവർ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണിത്. ഈ സംഭവം സംഭവിച്ച ഉടൻ തന്നെ കർണാടകത്തിൽ പാകിസ്ഥാൻ പതാക മുസ്ലിങ്ങളാണ് പതിപ്പിച്ചതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റോഡിലും ബസ് സ്റ്റാൻഡിലും ചുവരുകളിലുമൊക്കെ പതിപ്പിച്ചു. അവസാനം പിടികൂടിയത് സംഘപരിവാർ പ്രവർത്തകരെയാണ്, ബജ്രംഗൽ ദൾ പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അവരാണ് ഇതിന്റെ പിന്നിൽ എന്ന് പോലീസിന് മനസ്സിലായി. അവരെ പിടിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായും അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകുമായിരുന്നു. ഇത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവരെ ശക്തമായി ക്രൂശിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനാണ് ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ വിവരമുള്ളവരായിരുന്നത് കൊണ്ട് ഇതൊന്നും നടന്നില്ല. അവരുടെ മുന്നിലും ഈ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്: നിങ്ങൾ കൊല്ലിച്ചതോ അതോ അവർ വന്ന് കൊന്നതോ? ആ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. സംഭവമുള്ള സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇതൊരു വെൽ പ്ലാൻഡ് സിറ്റുവേഷൻ ആണെന്ന്. സംഭവം എന്തായാലും നമ്മുടെ ജനങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമല്ലോ. ഒരു സംഭവം ഉണ്ടായാൽ അന്ധമായി വിശ്വസിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. ആ അനലൈസിൽ അവർക്കുണ്ടാകുന്ന ചോദ്യമാണിത്. അതുകൊണ്ട് തീർച്ചയായും ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നതല്ല ചെയ്തത്. അതുകൊണ്ട് നാട്ടിൽ ജനങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും വേണ്ടാത്ത പ്രവർത്തികൾ ചെയ്യാതിരിക്കാനും ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാതിരിക്കാനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. ജനങ്ങളെ സാന്ത്വനിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഇനി എപ്പോഴാണ് ഇത് വരുന്നത്? ഇനി ഇന്ത്യ മുഴുവൻ ബോംബിട്ട് പാകിസ്ഥാൻ തകർത്തതിന് ശേഷം എല്ലാവരുടെയും മരണത്തിന് ശേഷമാണോ? അപ്പോഴും പ്രധാനമന്ത്രി തുടർ ഭരണത്തിന്റെ പിന്നാലെ പോകും, യാതൊരു സംശയവുമില്ല. ഇത്രയും പേർ കാശ്മീരിൽ ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോൾ പ്രധാനമന്ത്രി പോയത് തുടർ ഭരണത്തിന്റെ പിന്നാലെയാണ്. അപ്പോൾ ഭരണം മതി. രാജ്യത്തെ ജനങ്ങൾ ഭരണാധികാരിക്ക് എതിരെ തിരിയുമ്പോൾ അതിർത്തിയിൽ ഒരു യുദ്ധമുണ്ടാകുന്നത് രാജതന്ത്രമാണ്. ആ തന്ത്രം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും പല പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതി അതിനെ എതിർത്തിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഈ ബില്ല് പാസ്സാക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ഈ അജണ്ട അവർക്ക് നടപ്പിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷനുകൾ ക്രിയേറ്റ് ചെയ്തേ മതിയാവും. ഇനി
ഈ ഒരു പ്രക്ഷോഭം ഇവിടെ നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ മറ്റുള്ളതെല്ലാം താന്നു പോകും. ഇങ്ങനെ തന്നെയാണ് ആദ്യം മുതലേ നടന്നു വരുന്നത്. ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന്റെ പിന്നിൽ വേറെ പ്രശ്നം അവിടെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതിലേക്ക് ജനം തിരിയും. ബാക്കിയുള്ള കാര്യങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ ഇവിടെ നടത്താം. ഇതൊക്കെ രാജതന്ത്രങ്ങളാണ്, നമുക്കറിയാം. ഇന്ത്യയിലെ ഓരോരോ ജനങ്ങൾക്കും ഇത് കൃത്യമായി അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ മുൻപ് ഷെഡ്യൂൾ ചെയ്തിരുന്ന ഈ ബീഹാർ സന്ദർശനത്തിന് സൗദിയിൽ നിന്ന് സന്ദർശനം റദ്ദ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ഇവിടെ വന്നിറങ്ങുന്നതിന് മുമ്പേ എന്ത് കാര്യത്തിനാണോ വന്നത് ആ കാര്യത്തിലേക്ക് പോകാതെ ബീഹാറിലേക്ക് പോയത്, ജനങ്ങളുടെ മുമ്പിൽ ഒരു സംശയം ഉണ്ടാകും. ഈ സംശയം നിങ്ങൾക്കുണ്ടായോ? ഉണ്ടായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഇന്ത്യൻ പൗരൻ തന്നെയാണ്. ഇങ്ങനെ ഒരു ചോദ്യം ആർക്കുണ്ടായില്ലയോ അവർ രാജ്യദ്രോഹിയാണ് എന്ന് ഞാൻ പറയില്ല. സ്വയം മനസ്സിലാക്കട്ടെ. ഇത് നിങ്ങളുടെ കാലിന്റെ അടിയിൽ പൊട്ടുമ്പോൾ മാത്രം അയ്യോ എന്ന് പറയാതെ ഇന്ത്യയിൽ എവിടെ സംഭവിച്ചാലും നമുക്കാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടി പടക്കം പൊട്ടിച്ചപ്പോൾ ആ കുട്ടിയുടെ വീട് ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അവരുടെ വീടിന്റെ ഫ്രണ്ടും ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ ഫ്രണ്ടില് മുറ്റമായിട്ട് വരും. അപ്പോൾ ആ കുട്ടിയുടെ വീടിന്റെ മുറ്റത്താണ് ആ കുട്ടി പടക്കം പൊട്ടിച്ചത്. വിഷുവിന് വാങ്ങി വെച്ചിരുന്ന പടക്കത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നതാണ് ആ കുട്ടി പൊട്ടിച്ചത്. ശോഭാ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത്? എന്നെ മനഃപൂർവ്വം ആളുകൾ തകർക്കാൻ ശ്രമിക്കുന്നു, എന്റെ വീടിന്റെ മുമ്പിൽ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തു. മാധ്യമങ്ങളിൽ വന്നതാണ്. മാധ്യമങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അവസാനം ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞില്ലേ, എന്റെ വീടിന്റെ മുമ്പിൽ ഒരു കുട്ടി പടക്കം പൊട്ടിച്ചതാണെന്ന്. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ച് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പോഴത്തെ പ്രശ്നം ഈ പ്രധാനമന്ത്രി ബീഹാറിലേക്ക് പോയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അതിന്റെ പിന്നിൽ ചിലവേകേണ്ട എക്സസ് മണി നമ്മുടെ പണമാണ്. പ്രധാനമന്ത്രി വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ മനസ്സൊന്ന് വിങ്ങിപ്പൊട്ടണം. നമുക്ക് തിരിച്ചറിവുണ്ടാവണം, നമ്മുടെ രാജ്യത്താണ് ഇത് നടന്നിരിക്കുന്നതെന്ന്, നമ്മുടെ പണമാണ് അതിന് ചിലവാകുന്നതെന്ന് തിരിച്ചറിവുണ്ടാവണം. ആയതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കതിൽ വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും രാജ്യസ്നേഹിയാണ്. അതല്ലാത്തവർ പറയണ്ടല്ലോ. ഈ പ്രശ്നങ്ങളെല്ലാം രാജ്യത്തിന്റെ തലവന്മാർ മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ നമ്മുടെ നാട്ടിലെ ഒരു ജനങ്ങളും ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. ഇനി യുദ്ധമുണ്ടായാൽ തന്നെ സിവിലിയന്മാർക്ക് എതിരെ യുദ്ധം ചെയ്യരുതെന്നാണ് നിയമത്തിലുള്ളത്. ഒരിടത്ത് യുദ്ധമുണ്ടാകുമ്പോൾ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമുണ്ടാകുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് സിവിലിയൻസ് അല്ല, മറിച്ച് സൈനികരാണ്. സൈനികർ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ സിവിലിയൻസിന്റെ നേരെ ഒരു തരി പോലും വീഴാൻ പാടില്ല, തരി മണ്ണ് പോലും വീഴാൻ പാടില്ല. അങ്ങനെയാണ് യുദ്ധത്തിന്റെ നിയമം. അങ്ങനെ നിയമമുള്ളിടത്താണ് ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങളെ വന്ന് കൊന്നിട്ട് പോയിരിക്കുന്നത്. അത് സർക്കാർ കൊല്ലിച്ചതാണ്? സുരക്ഷാ വീഴ്ച വരുത്തി കൊല്ലിച്ചതാണോ? അതോ ഇതിനകത്തുള്ളവർ തന്നെ കൊന്നതാണോ? സുരക്ഷാ വീഴ്ച എന്ന് പറയാൻ പറ്റില്ല. ഒരാളിന് ഒരു സൈനികൻ വെച്ചുള്ള പ്രദേശമായിരുന്ന കാശ്മീർ, ആ കാശ്മീരിൽ എന്തുകൊണ്ട് ഇപ്പോൾ സുരക്ഷാ ഭടന്മാരില്ല? അത്രയും സെൻസിറ്റീവ് ഏരിയയാണ് അവിടെ. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശമാണ്. എപ്പോഴും അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. അവിടെ സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടാകും? അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടെങ്കിൽ പിന്നെ രാജ്യത്തിന്റെ ഏത് ഭാഗത്താണ് സുരക്ഷയുള്ളത്? അപ്പോൾ ഇത്രയും വലിയൊരു ഭീകരാക്രമണം ഇവിടെ നടക്കുമ്പോൾ സൗദിയിൽ നിന്ന് പെട്ടെന്ന് ഓടി വന്നിട്ട് ജനങ്ങളുടെ മനസ്സിലെ ഭീതി അകറ്റി ഒരു സാന്ത്വനം അല്ലെങ്കിൽ ഒരു സമാധാനം എങ്കിലും ഒരു പത്രസമ്മേളനം നടത്തി ജനങ്ങളുടെ മനസ്സിലെ ഭീതി അകറ്റിയിട്ട് വേണ്ടേ
ഇദ്ദേഹം ബീഹാറിലേക്ക് പോകാൻ? വീണ്ടും ചോദിക്കുന്നു, ഇതിനേക്കാൾ വലിയ പ്രശ്നമാണോ ബീഹാറിൽ ഉള്ളത്? അപ്പോൾ ബീഹാറിലെ ഇലക്ഷനേക്കാൾ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണോ ഇവിടെ നടന്നത്? അതുകൊണ്ടാണോ നിങ്ങൾ ബീഹാറിലേക്ക് പോയത് മോദിജി? ഉത്തരം പറ. പെഹൽഗാമിൽ നടന്ന ഈ പ്രശ്നം ബീഹാറിനേക്കാൾ അത്ര സിമ്പിൾ ആണോ? സിമ്പിൾ താൻ സിംപ്ലസ്റ്റ് ആണോ? വളരെ നിസ്സാരമാണോ? ഇതിലും വലുതാണോ ബീഹാറിലെ ഇലക്ഷൻ പ്രചരണം? ഉത്തരം പറയൂ. ഇല്ലെങ്കിൽ ഈ സംശയം നാട്ടുകാരുടെ, ജനങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനിയിപ്പോ വരും മൻ കി ബാത്തുമായി. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ തൊഴിലാളികൾ ഉണ്ടാവും ഇവിടെ. അവരിറങ്ങും, കുറെ കുറുവടി കോവാലന്മാർ, എന്തിനും ഏതിനും സപ്പോർട്ടുമായി. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു കൃത്യമായ സുരക്ഷാ വീഴ്ചയാണ് ഈ പ്രദേശത്തുണ്ടായത് എന്ന് എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മന്ത്രിമാർ പോലും ആ സ്ഥലത്ത് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ച ഇത്രയും ഒരു സെൻസിറ്റീവായ പ്രദേശത്ത് ഈ സംഭവം നടക്കുമ്പോൾ അവിടെ എത്തി ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ളതാണ് ഒരു ഉത്തരവാദിത്തമില്ലാത്ത പ്രധാനമന്ത്രിയാണ് നമ്മുടേത്. ആ പ്രദേശത്ത് പരിക്കേറ്റവരെ രക്ഷിക്കാനുണ്ട്, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുണ്ട്, നാട്ടുകാർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട്, പരിഭ്രാന്തരായി വരുന്ന ബന്ധുജനങ്ങളെ അവരെ സമാധാനിപ്പിക്കേണ്ടതുണ്ട്, രാജ്യത്തിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കാനുണ്ട്, രാജ്യം ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകരുതെന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ല. അവിടെ മണിക്കൂറുകളോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സുരക്ഷാ ഭടന്മാർ അവിടെ എത്തുന്നത്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആളുകൾ അവിടെ എത്തുന്നത്, ആംബുലൻസ് എത്തുന്നത്. ഇതെല്ലാം അവിടുത്തെ നാട്ടുകാർ ചെയ്തതിന് ശേഷം മാത്രമാണ്. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് ഈ പ്രവർത്തികളെല്ലാം ചെയ്തത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോയത്, ആംബുലൻസുമായി വന്നത്, അവർക്ക് വേണ്ട ഷെൽട്ടറുകൾ കൊടുത്തത്, അവിടെ സന്ദർശകരായി എത്തിയവരെ സംരക്ഷിച്ചത് അവിടുത്തെ നാട്ടുകാരാണ്. ഇതെല്ലാം അവിടുത്തെ നാട്ടുകാർ ചെയ്തു. കാശ്മീരികൾ ചെയ്തതിനു ശേഷം മാത്രമാണ് ഇവിടുത്തെ സർക്കാർ അങ്ങോട്ട് ഓടിയെത്തിയത്. അപ്പോഴവിടേക്ക് ഒരു നോട്ടമില്ലാതെ പോയത് വൻ സുരക്ഷാ വീഴ്ചയല്ലേ രാജ്യത്തിന്റെ? വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു, ഈ തീവ്രവാദികൾ 250 കിലോമീറ്ററോളം കടന്ന് അവിടെ വാഹന വ്യൂഹവുമായി വെടിക്കോപ്പുകളുമായി വരാമെങ്കിൽ ഈ കാശ്മീരിനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും നശിപ്പിക്കാനുള്ള അണുബോംബുമായി അവരെ എത്തിയിരുന്നെങ്കിൽ ഇന്ത്യ നശിക്കുമായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ് നശിക്കുമായിരുന്നു, അവിടുത്തെ ജനങ്ങളെല്ലാവരും നശിക്കുമായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് അത്രമാത്രമേ വിലയുള്ളൂ. എന്തുകൊണ്ട് അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി? ഇത്രയും പേരെ അവരെ വെടിവെച്ച് കൊന്നത് അവരുടെ എക്സാമ്പിൾ കാണിച്ചതല്ലേ? ഞങ്ങൾക്ക് എന്ത് വേണമോ ചെയ്യാം, നിങ്ങളെ കൊണ്ട് തടയാനാവില്ല എന്നൊരു എക്സാമ്പിൾ കാണിച്ചതല്ലേ അവർ? ഇതിനെല്ലാം ഉത്തരം തീർച്ചയായും പ്രധാനമന്ത്രി പറയണം. അപ്പോൾ ഈ ഒരു സുരക്ഷാ വീഴ്ച മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണെന്ന് ജനങ്ങൾ പറയും, തീർച്ചയായും പറയും. മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തത് തന്നെയായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടുണ്ടായി? അപ്പോൾ മിസ്റ്റർ നരേന്ദ്രമോദി, നിങ്ങൾ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇത്ര അടിയന്തര സിറ്റുവേഷനിൽ എന്തിനാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് ഓടി വന്നത്? ഉത്തരം പറ. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ അഭിമുഖീകരിക്കാനാണോ, അല്ലെങ്കിൽ ഷെഡ്യൂൾ ഇല്ലാതിരുന്ന ബീഹാറിലേക്ക് പോകാൻ വേണ്ടിയാണോ? എന്താണെന്നുള്ള കൃത്യമായ ഉത്തരം പറയണം, പറഞ്ഞേ മതിയാകൂ. കാരണം നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. 3 ദിവസം സന്ദർശനത്തിനാണ് നിങ്ങൾ സൗദി അറേബ്യയിൽ പോയത്. നിങ്ങൾ മാത്രം എയർ ഇന്ത്യയിൽ ഒരു ടിക്കറ്റ് എടുത്ത് സൗദി അറേബ്യയിലേക്ക് പോയതല്ലല്ലോ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു വ്യൂഹവുമായി പോയതല്ലേ നിങ്ങൾ? അങ്ങനെ അവിടെ ചെന്ന് സൗദി അറേബ്യയിലെ സന്ദർശനത്തിൽ അവർ നിങ്ങൾക്ക് നല്ല ഒരു സ്വീകരണം തന്നില്ലേ? അത്
മോദി ആയതുകൊണ്ട് തന്നതല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള ആ പരിഗണനയിൽ തന്നതാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ പകുതിയായപ്പോൾ തന്നെ നിങ്ങൾ അവിടെ പറഞ്ഞു, എന്റെ രാജ്യത്ത് അവിടെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു, മുസ്ലിങ്ങൾ അവിടെ, പാകിസ്ഥാനികൾ അവിടെ ബോംബിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെടിയുതിർത്തിരിക്കുന്നു, ജനങ്ങളെ കൊന്നിരിക്കുന്നു, എമർജൻസി സിറ്റുവേഷനാണ്, എനിക്ക് അടിയന്തരമായി പോകേണ്ടതുണ്ട്, തിരികെ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞില്ല നിങ്ങൾ അവിടുന്ന് വന്നത്. വന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? ഈ പറയപ്പെടുന്ന സ്ഥലം നിങ്ങൾ സന്ദർശിച്ചോ? ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചോ? അങ്ങനെ നിങ്ങൾ തിരിച്ചു വന്നിട്ട് നേരെ ബീഹാറിലേക്കല്ലേ പോയത്? ബീഹാറിൽ നടന്നത് അത്ര വലിയ പ്രശ്നമായതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അവർക്ക് അതാണ് ഏറ്റവും വലുത്. ഇവിടെ എത്ര പേർ ജനങ്ങൾ മരിച്ചാലും പ്രജകൾ മരിക്കുന്നത് അവർക്കൊരു വിഷയമല്ല, അവർക്ക് പിന്തുടർച്ചയാണ് വേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കണം, പ്രജകൾ ഉണ്ടെങ്കിലേ രാജാവുള്ളൂ, അല്ലാതെ രാജാവിന് മാത്രം ഒരിടത്തിരുന്ന് രാജാവെന്ന് പറയാൻ പറ്റില്ല. പ്രജകൾ ഉണ്ടെങ്കിലേ രാജാവ് ഉണ്ടാവും. അപ്പോൾ പ്രജകൾ മരിച്ചു വീഴുന്നത് കാണാതെ പോകുന്ന ഒരു രാജാവിന്റെ മനസ്സ് തീർച്ചയായും അത് തന്നെ ആയിരിക്കും. മുൻപ് ഇവിടെ ക്രിസ്ത്യാനികളെ മധ്യപ്രദേശിൽ തല്ലി ഓടിച്ചപ്പോൾ, അവിടെ വലിയൊരു പ്രശ്നം നടന്നപ്പോൾ ഇവിടെ ചെമ്പുകോഴിയോട് ചോദിച്ചു, അവിടെ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കൾ ബജരംഗ പ്രവർത്തകർ തല്ലിക്കൊല്ലുന്നുണ്ടല്ലോ, അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ, അതൊക്കെ നോക്കാൻ അവിടെ ആളുണ്ട് എന്ന് വലിയ വായിൽ പറഞ്ഞല്ലോ നമ്മുടെ ചെമ്പുകോഴി. അതുപോലെ അവിടെ അതൊക്കെ നോക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ബീഹാറിലേക്ക് പോയത്? വളരെ നിസ്സാരവൽക്കരിച്ച്, മരിച്ചോ അവിടെ 10 പേര്, അതൊക്കെ നോക്കാൻ അവിടെ ആളുണ്ട്, ഞാൻ പോവാം, ബീഹാറിലേക്ക് പോകണം, നമുക്ക് വേണ്ടത് ഇലക്ഷനും വോട്ടുമാണ്, അധികാരമാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടല്ലേ ബീഹാറിൽ ഇലക്ഷൻ റാലിക്ക് പോയത്. ഈ ചെമ്പുകോഴി പറഞ്ഞ ഈ കാര്യം തന്നെയല്ലേ നിങ്ങൾ പറയാതെ പറഞ്ഞത്? പെഹൽഗാമിൽ നടന്ന കാര്യങ്ങൾ നോക്കാൻ എന്റെ അസിസ്റ്റന്റുമാർ അവിടെ ഉണ്ട്, അവർ നോക്കിക്കോളും. അങ്ങനെയാണ് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി പറയേണ്ടത്. പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞില്ലേ ആ വാക്ക്? അവിടെ രാജ്നാഥ് സിംഗ് ഉണ്ട്, അമിത്ഷാ ഉണ്ട്, അവരൊക്കെ നോക്കിക്കോളും, ഞാൻ എന്റെ കാര്യം നോക്കി പോവുകയാണ്. നിങ്ങൾ ആരുടെ കാര്യം നോക്കിയാണ് അവിടെ പോയത് ബീഹാറിൽ? തീർച്ചയായും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഒരു ദിവസം മറുപടി കൊടുക്കേണ്ടി വരും, രാജ്യത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കേണ്ടി വരും. ഈ സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അത് ചോദിക്കും. ഓരോ ഇന്ത്യൻ പൗരനും അത് ചോദിക്കാനുള്ള കടമയുണ്ട്. ഇത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കുറെ ന്യായീകരണ തൊഴിലാളികളുണ്ട്, അവരുടെ ന്യായീകരണം മാത്രം മറ്റുള്ളവർ കേട്ടാൽ പോരാ. ഇതിൽ ന്യായീകരിക്കാൻ ഒന്നുമില്ല. തീർച്ചയായും അവിടെ വീണ് അവിടെ ഈ പെഹൽഗാമിൽ വന്നത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്. സത്യം അത് തന്നെയാണ്. അല്ലെങ്കിൽ അതിനുള്ള ന്യായീകരണങ്ങൾ ഈ ന്യായീകരണ തൊഴിലാളികൾ പറയും. അപ്പോൾ ന്യായീകരണ തൊഴിലാളികൾ എല്ലാവരും തന്നെ ഈ വസ്തുത മനസ്സിലാക്കി ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആരാണിത് ചെയ്തത്? എന്തുകൊണ്ട് അവിടെ സുരക്ഷാ വീഴ്ച വന്നു? ജനങ്ങളെ ചിന്തിക്കൂ, പ്രവർത്തിക്കൂ. അപ്പൊ നമസ്കാരം.